ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയ ഒരു കോഴ്സ്, ഒട്ടും താല്പര്യമില്ലാതെ സാഹചര്യം കൊണ്ട് എത്തിപ്പെട്ട ഒരു കോളേജ്. എന്നാൽ കോഴ്സ് കഴിയാറായപ്പോൾ തീരല്ലേ എന്ന് ആഗ്രഹിച്ച 2 വർഷം. ആദ്യമായിട്ട് കോളേജിലേക്ക് കയറി ചെല്ലുന്ന സമയം അവിടെ എല്ലാ മുഖങ്ങളും പുതിയതായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം. പക്ഷേ അതുപോലെ അത്രയും പെട്ടെന്ന് അടുത്തവരും അവരായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഒരുപോലെ ചിന്തിക്കുന്നവരാക്കി മാറ്റിയ 2 വർഷം. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ആ 2 വർഷം കടന്നുപോയി. പക്ഷെ ഒരുപാട് ഓർമ്മകൾ മാത്രം ബാക്കി. ആദ്യമായിട്ട് എല്ലാവരെയും പരിചയപ്പെട്ട ദിവസം, ഫ്രഷേഴ്സിലേക്ക് പണി കിട്ടുമെന്ന് പേടിച്ച് ഒളിച്ചിരുന്ന ചിലർ, പലരോടും മിണ്ടാൻ വേണ്ടി കളിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, വൈകുന്നേരത്തെ ഷട്ടിൽ കളിയും തലക്കടി കിട്ടി ചോരയിൽ മുങ്ങിയ കൂട്ടുകാർ, ക്ലാസ്സിൽ ടീച്ചറില്ലാത്തപ്പോൾ വട്ടം കൂടിയിരുന്നുള്ള കളിതമാശകൾ, എന്തെങ്കിലും ആഘോഷങ്ങൾ വരാനായി ലൈഫിലെ തെങ്ങിലെ ഓല കൊത്തിയെടുത്ത് മടയുന്ന ചില മുഖങ്ങൾ, ഇതിനിടയ്ക്ക് രാജേഷേട്ടൻ്റെ കടയിൽ പപ്സ് കഴിക്കാൻ ഓടിപ്പോകുന്ന ചിലർ, രാവിലത്തെ അസംബ്ലിയിൽ ലേറ്റായി വരുമ്പോൾ സ്റ്റാഫ് റൂമിലെ കസേരകളെ നോക്കി പതിയെ മുന്നോട്ട് നീങ്ങുന്ന ചിലർ, ഉച്ചക്കത്തെ ചോറിൻ്റെ സമയമായാൽ ഞങ്ങളിൽ പലർക്കും സദ്യയായിരിക്കും. ഇതിൻ്റെ ഒക്കെ നടുവിൽ ഒരു വില്ലനെ പോലെ ലോഡ് കണക്കിന് അസൈൻമെൻറ്റും റിപ്പോർട്ടും. അതൊക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് എടുക്കാറായാൽ ടീച്ചിങ് മാനുവൽ എഴുതി തീർക്കാനുള്ള വെപ്രാളം, ആദ്യത്തെ ക്ലാസ് എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചിരുന്ന രാത്രികൾ, സ്കൂളിൽ ചെന്ന മാഷേ എന്നുള്ള വിളികൾ, ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ടൂറിൻ്റെയും ക്യാമ്പിൻ്റെയും ഒരുക്കങ്ങൾ, ഹോസ്റ്റൽ റൂമിലെ കൂട്ടം കൂടിയുള്ള രാത്രിയിലെ കഥ പറച്ചിൽ, പ്രേതമുണ്ടെന്ന് പറഞ്ഞ് പലരെയും പേടിപ്പിക്കുന്ന ചില മുഖങ്ങൾ, മഴ വില്ലനായി വന്നിട്ടും മഴയത്ത് ക്യാമ്പ് ഫയർ നടത്തിയ രാത്രി, അവസാനം സെൻഡ് ഓഫും കഴിഞ്ഞ് ഞങ്ങൾ പടിയിറങ്ങി. ശരിക്കും ആ 2 വർഷങ്ങളിൽ ഞങ്ങളെല്ലാവരും പഠിച്ചു എന്ന് പറയുന്നതിലും നല്ലത് ജീവിച്ചു എന്ന് പറയുന്നതാണ്. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഡയറ്റിൻ്റെ മണ്ണിന് 1000 നന്ദി.